Dear students, today we are discussing about lesson 3 basics of operating system and lesson 4 exploring Windows operating system. Basics of operating system. At the end of this lesson, you shall be able to identify the basics of an operating system, recognize the types of operating systems, describe and list operating systems. ബേസിക്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന ഈ ലെസണിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, എന്തൊക്കെയാണ് വിവിധ തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് വിശദമായി പഠിക്കുക എന്നിവയാണ്. A computer has multiple programs that run in the background. These programs do different tasks so that we, as users, get to experience and enjoy many of its benefits. When we open a program like YouTube, the computer runs several software programs in the background. Different software programs run together for sound, for color display, for video display, for moving the mouse and for internet, etc. ഒരു കമ്പ്യൂട്ടറിന് അതിന്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നിലധികം പ്രോഗ്രാമുകൾ ഉണ്ട്. ഈ പ്രോഗ്രാമുകൾ ചെയ്യുന്ന വിവിധതരം ടാസ്കുകളുടെ ബെനിഫിറ്റ്സ് നമുക്ക്, അതായത് കമ്പ്യൂട്ടർ യൂസേഴ്സിന് ലഭിക്കുന്നു. ഉദാഹരണത്തിന് യൂട്യൂബ് പോലെയുള്ള ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിരവധി സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്നുണ്ട്. പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കമ്പ്യൂട്ടറിലൂടെ ശബ്ദം കേൾക്കാനും കളർ ഡിസ്പ്ലേ കാണാനും മൗസ് പോയിന്റർ നീക്കാനും ഒക്കെ സാധിക്കുന്നത്. ഫസ്റ്റ് ലെസൺ ആയ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന ലെസണിൽ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇവയാണ് കമ്പ്യൂട്ടറിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളെന്നും ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. അതിൽ സോഫ്റ്റ്വെയർസ് രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുവെന്നും ഒന്നാമത്തേത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായും രണ്ടാമത്തേത് പ്രോഗ്രാംസും ആയിട്ടാണെന്ന് നമുക്കറിയാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കമ്പ്യൂട്ടറിന്റെ ഓവറോൾ ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ മെമ്മറിയിൽ ആയിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. കമ്പ്യൂട്ടറിൽ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതേപോലെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്നൊക്കെ നമുക്കറിയാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ ഈ മൂന്നാമത്തെ ലെസണിലൂടെ വളരെ ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോകുന്നത്. A computer's director has a special name, operating system or OS. This operating system makes sure that different programs run at the same time and yet do not interfere with each other. The operating system is also responsible for security, ensuring that unauthorized users do not access the system. The operation of a computer is controlled by a software known as the operating system. This software is an important to the running of a computer as its hardware. The operating system directs the input and output of data, keeps track of files, and controls the processing of computer programs, allocating computer resources to various functions. ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വ്യത്യസ്ത പ്രോഗ്രാമുകൾ ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ടെന്നും അവ പരസ്പരം ഇടപെട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ലെന്നും OS ഉറപ്പുവരുത്തുന്നു. കമ്പ്യൂട്ടറിന്റെ സുരക്ഷയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തമാണ്. അനധികൃതമായി യൂസേഴ്സ് സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുന്നില്ലെന്ന് OS ഉറപ്പുവരുത്തുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പോലെ തന്നെ OSഉം കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്നതിന് പ്രധാനമാണ്. കമ്പ്യൂട്ടറിലോട്ട് ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റയുടെ ഔട്ട്പുട്ട് ലഭിക്കുവാനും ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളെ സഹായിക്കുന്നു. കൂടാതെ
ഇത് ഫയലുകളുടെ ട്രാക്ക് സൂക്ഷിക്കുകയും വിവിധ ഫംഗ്ഷനുകൾക്ക് ആവശ്യമായ കമ്പ്യൂട്ടർ റിസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ പ്രോസസ്സിംഗ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. The operating system also serves as an interface between the computer and the user. It helps the user give commands to the computer. For example, pressing on the play button indicates that you have given a command to the computer to play something. An operating system helps the computer and user understand each other. Microsoft Windows operating system and Apple's Macintosh operating system are examples of operating systems for personal computers. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറും യൂസറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിനെയും അത് ഉപയോഗിക്കുന്ന വ്യക്തികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിലോട്ട് കമാൻഡുകൾ നൽകാൻ ഇത് ഉപയോക്താവിനെ, അതായത് യൂസേഴ്സിനെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് പ്ലേ ബട്ടൺ അമർത്തിയാൽ എന്തെങ്കിലും പ്ലേ ചെയ്യാൻ നിങ്ങൾ കമ്പ്യൂട്ടറിന് ഒരു കമാൻഡ് നൽകിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിനെയും യൂസേഴ്സിനെയും പരസ്പരം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്പിളിന്റെ മാക്കിൻതോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പേഴ്സണൽ കമ്പ്യൂട്ടറുകൾക്കായുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണങ്ങളാണ്. The operating system controls the behind-the-scene activities of a computer. It manages a computer's memory, file system, network connections, and input or output devices such as the keyboard, mouse, monitor, speaker, printer, and modem. Critically, the operating system also controls access to the Central Processing Unit or CPU, which is the heart of the entire computer system. കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിന് പിന്നിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിയന്ത്രിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ മെമ്മറി, ഫയൽ സിസ്റ്റങ്ങൾ, നെറ്റ്വർക്ക് കണക്ഷൻസ്, കീബോർഡ്, മൗസ്, മോണിറ്റർ, സ്പീക്കർ, പ്രിന്റർ ആൻഡ് മോഡം എന്നിവ പോലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിയന്ത്രിക്കുന്നു. കൂടാതെ എല്ലാ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെയും ഹേർട്ടായ, which means ഹൃദയമായ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU-യിലേക്കുള്ള യൂസേഴ്സിന്റെ ആക്സസിനെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. Early computers had no operating system. For this reason, they could perform only one task at a time, such as running one program or printing. Modern operating systems allow multitasking in which many processes can be active at the same time. ആദ്യകാല കമ്പ്യൂട്ടറുകളിലൊന്നും ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലായിരുന്നു. ഈ കാരണത്താൽ ഒരു പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിന്റ് ചെയ്യുക തുടങ്ങിയ ഏതെങ്കിലും ഒരു ജോലി മാത്രമേ ഒരു സമയത്ത് കമ്പ്യൂട്ടറിന് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ, അതായത് ആധുനിക ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ മൾട്ടി ടാസ്കിംഗ് അനുവദിക്കുന്നു. ആയതിനാൽ ഒരേ സമയം നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ നമുക്ക് സാധിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഇന്റർഫേസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇമേജ് 1-ൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെന്ററിലും അതിനെ കണക്ട് ചെയ്തിട്ടാണ് മറ്റു ഡിവൈസസുകൾ ഉള്ളത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസിനെ ഹാൻഡിൽ ചെയ്യുന്നതിനും സോഫ്റ്റ്വെയർസിന് ഹാർഡ്വെയർസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും മറ്റ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ലോഡ് ചെയ്യുന്നതിനും അതേപോലെ റൺ ചെയ്യുന്നതിനും ഹാർഡ് ഡിസ്കിലോട്ട് ഡാറ്റ മൂവ് ചെയ്യുന്നതിനും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഇന്റർഫേസ് ആയി പ്രവർത്തിക്കുന്നു. അതായത് ഒരു ഇടനിലക്കാരനായിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം
പ്രവർത്തിക്കുന്നത്. കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നത് ഈ ഇമേജിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി താഴെ തന്നിരിക്കുന്ന ഇമേജ് 2-ൽ നമുക്ക് കാണാം യൂസറും കമ്പ്യൂട്ടറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് OS വഴി സാധ്യമാകുന്നത് എന്ന്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്കറിയാവുന്ന ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. അതിപ്പോൾ ഏത് ലാംഗ്വേജിലാണെങ്കിലും അത് കേൾക്കുന്നവർക്കും മനസ്സിലായെങ്കിൽ മാത്രമേ തിരിച്ചു മറുപടി കൊടുക്കുകയുള്ളൂ. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിനും ഒരു മെഷീൻ ലാംഗ്വേജ് ഉണ്ട്, അതാണ് ബൈനറി കോഡ്. ഈ കോഡ് റെപ്രസെന്റ് ചെയ്യുന്നത് സീറോയും അതേപോലെ 1ഉമാണ്. നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് എൻ്റർ ചെയ്യുന്ന ഏത് ഡാറ്റ ആയാലും അത് ബൈനറി കോഡുകളായാൽ 0 and 1 ഡിജിറ്റ്സ് ആയി കൺവേർട്ട് ചെയ്ത് പ്രോസസ്സിങ്ങിന് ശേഷം ഔട്ട്പുട്ട് ലഭ്യമാക്കുന്നു. ഇതിലെ ഫസ്റ്റ് ഏറോ റെപ്രസെന്റ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ യൂസേഴ്സിനും കമ്പ്യൂട്ടറിനും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല എന്നതാണ്. ഇവിടെ കാണാം നമുക്ക് ഈ ഏറോയിൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ ഹ്യൂമൻ ആൻഡ് എ കമ്പ്യൂട്ടർ വിത്തൗട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സെക്കൻഡ് ഏറോ റെപ്രസെന്റ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ യൂസറും കമ്പ്യൂട്ടറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ് എന്നതാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ ഹ്യൂമൻ ആൻഡ് എ കമ്പ്യൂട്ടർ വിത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ചുരുക്കി പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ യൂസറിനും കമ്പ്യൂട്ടറിനും തമ്മിലുള്ള ആശയവിനിമയം സാധ്യമല്ല എന്നതാണ്. Then next, understand the type of operating system. നിങ്ങൾ ഏതൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോഴും അതിൽ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. സാധാരണ ആളുകൾ അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അവൈലബിൾ ആയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കാറ്. എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചേഞ്ച് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ കമ്പ്യൂട്ടറുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന 3 പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ലിനക്സ്, മാക്കിൻതോഷ് operating system, Microsoft Windows, etc. Then first one, Linux. Linux is much more stable than Windows. It can run for 10 years without the need of a single reboot. Linux is open source and completely free. Linux is much more secure than Windows operating system. Windows malwares do not affect Linux and viruses are very less for Linux in comparison with Windows. Linux ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സ്ഥിരതയുള്ളതാണ് ലിനക്സ്. 10 വർഷം വരെ ഒരു റീബൂട്ട് പോലും ഇല്ലാതെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ സാധിക്കും. ഈ റീബൂട്ട് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഹാങ് ആവാതെ നോക്കാൻ ഈ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ സാധിക്കുന്നു. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി കമ്പയർ ചെയ്യുമ്പോൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടുതൽ സെക്യൂർഡ് ആണ്. വൈറസുകൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ബാധിക്കുന്നത് പോലെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ബാധിക്കില്ല. ഈ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു ഉദാഹരണമാണ് ഉബുണ്ടു. Then next, Macintosh operating system. Macintosh operating system is a line of operating system created by Apple. It comes preloaded on all new Macintosh computers or Macs. All of the recent versions are known as OS X. Macintosh operating system users account for less than
10% of global operating system, much lower than the percentage of Windows users, around more than 80%. One reason for this is that Apple computers tend to be more expensive. However, many people to prefer the look and feel of Macintosh operating system X over Windows. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്കിൻതോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ആപ്പിൾ കമ്പനി ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഈ മാക്കിൻതോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആപ്പിൾ കമ്പ്യൂട്ടറുകൾ വാങ്ങുമ്പോൾ അതിൽ ഇൻസ്റ്റാൾഡ് ആയി വരുന്ന സോഫ്റ്റ്വെയർ ആണ് മാക്കിൻതോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നവരുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ശതമാനം വ്യക്തികൾ മാത്രമാണ് മാക്കിൻതോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം ആപ്പിൾ കമ്പ്യൂട്ടറുകൾ വളരെ വിലയേറിയവ ആയതുകൊണ്ടാണ്. എന്നാലും വിൻഡോസുമായി കമ്പയർ ചെയ്യുമ്പോൾ ചില മേന്മകൾ ഉള്ളതുകൊണ്ട് പലരും മാക്കിൻതോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നു. ഇത് വിൻഡോസിനേക്കാളും മോർ സെക്യൂറുമാണ്, കൂടാതെ വളരെ റിലയബിളുമാണ്. മാക്കിൻതോഷിന്റെ ലേറ്റസ്റ്റ് വേർഷൻസ് ഒക്കെ മാക്കിൻതോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് മാക്കിൻതോഷ് OS X മാവറിക്, മാക്കിൻതോഷ് OS X മൗണ്ടൻ ലയൺ എക്സെട്ര. Then next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിൻഡോസിനെ കുറിച്ചാണ്. Microsoft Windows is a series of graphical interface operating systems developed, marketed, and sold by Microsoft. Microsoft introduced an operating environment named Windows on November 20, 1985 as a graphical operating system shell for Microsoft Disk Operating System. In response to the growing interest in graphical user interfaces, the latest version of Windows operating system is Windows 10. മൈക്രോസോഫ്റ്റ് കമ്പനി ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ്. ഇത് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. എന്ന് വെച്ചാൽ ഒരു യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ആണ് ഈ വിൻഡോസ്. 1985 നവംബർ 20-നാണ് ആദ്യമായി വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. മൈക്രോസോഫ്റ്റ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി വിൻഡോസ് ആദ്യമായി ഡെവലപ്പ് ചെയ്തത്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ലേറ്റസ്റ്റ് വേർഷൻ വിൻഡോസ് 10 ആണ്. Windows, Windows 8, Linux, Fedora, Android, Macintosh ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഉബുണ്ടു ഇവയൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണങ്ങൾ. Then next, lesson 4, exploring Windows operating system. At the end of this lesson, you shall be able to identify the key difference between Windows 7 and Windows 8 operating system. Identify the features of Windows 10. And last, explore Windows 10. Exploring Windows operating system എന്ന ഈ ലെസണിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത് വിൻഡോസ് 7ഉം വിൻഡോസ് 8ഉം തമ്മിലുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിയുക, വിൻഡോസ് 10ന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക, വിൻഡോസ് 10നെ കുറിച്ച് മനസ്സിലാക്കുക എന്നിവയാണ്. വിൻഡോസ് 7ഉം വിൻഡോസ് 8ഉം തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. Windows 7 was the easiest version of Windows. It is built for laptops and desktops. It has a taskbar which makes the navigation on screen very easy.
Windows 8 looks quite different from Windows 7. This is because it is designed to also work with touchscreen computers and tablets. When you log into Windows 8, the first screen you see is the new Start screen, also known as Metro. It still has the familiar desktop as well. In Windows 8, instead of icons, the new Start screen has tiles. You click these to open your apps, short for applications. If you cannot find a particular tile, do a right mouse click in the space at the bottom of the screen and click all applications. Additional apps can be downloaded from the Windows Store in Windows 8. വിൻഡോസ് 7 ആണ് വിൻഡോസ് സീരീസിലെ ഏറ്റവും ഈസിയസ്റ്റ് വേർഷൻ. ഇത് ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പുകളിലുമാണ് ഉപയോഗിക്കുന്നത്. വിൻഡോസ് 7-ൽ ഒരു ടാസ്ക് ബാർ ഉണ്ടാകും. സ്ക്രീനിൽ വളരെ എളുപ്പത്തിൽ മെനു സെലക്ട് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നു. വിൻഡോസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്യും. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിലുള്ള മറ്റു വിൻഡോസ് പ്രോഗ്രാമുകളൊക്കെ ഇതിനോടകം ഓപ്പൺ ചെയ്ത് വരും. ഡെസ്ക്ടോപ്പിന്റെ ഏറ്റവും താഴെ ഗ്രേ കളറിൽ കാണുന്നതാണ് ടാസ്ക് ബാർ. നമ്മൾ നിരന്തരമായി ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകൾ ഈ ടാസ്ക് ബാറിൽ അപ്പിയർ ചെയ്തിരിക്കും. വിൻഡോസ് 7ന്റെ പുതിയൊരു ഫീച്ചർ ആണ് സെർച്ച് ഓപ്ഷൻ. ഈ സെർച്ച് മെനുവിൽ ഒരു ടേം ടൈപ്പ് ചെയ്താൽ നമുക്കൊരു ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് റിസൾട്ട്സ് ലഭിക്കും. അതിൽ നിന്നും ആവശ്യമുള്ള പ്രോഗ്രാംസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. വിൻഡോസ് 8 വിൻഡോസ് 7 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിൻഡോസ് 8-ന് ചില വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ പ്രധാന കാരണം വിൻഡോസ് 8 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ടച്ച് സ്ക്രീൻ കമ്പ്യൂട്ടറുകളിലും അതേപോലെ തന്നെ ടാബ്ലറ്റുകളിലും കൂടി ഉപയോഗപ്പെടുത്താം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. വിൻഡോസ് 8 ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ സ്റ്റാർട്ട് സ്ക്രീൻ ഓർ ഹോം സ്ക്രീൻ കാണാൻ കഴിയും. ഇതിനെ മെട്രോ എന്ന് പറയുന്നു. വിൻഡോസ് 8-ൽ വ്യത്യസ്ത ഐക്കൺസിനു പകരം സ്റ്റാർട്ട് സ്ക്രീനിൽ കാണുന്ന കുറെ ടൈൽസ് രൂപത്തിലാണ് പ്രോഗ്രാംസുകൾ ഉണ്ടാവുക. കൂടാതെ ഹോം സ്ക്രീൻ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്താണ് പ്രോഗ്രാംസ് സെറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമായ ആപ്ലിക്കേഷൻ ഈ ടൈൽസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്ക്രീനിന്റെ ഏറ്റവും താഴെ മൗസ് പോയിന്റർ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓൾ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഇനിയും കൂടുതൽ ആപ്ലിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ വിൻഡോസ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. വിൻഡോസ് 7-നെ അപേക്ഷിച്ച് വിൻഡോസ് 8 അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല. വിൻഡോസ് 8-ൽ ബൂട്ടിംഗ് അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യുന്ന ആ ഒരു പ്രോസസ് ടൈം വിൻഡോസ് 7-നെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിൻഡോസ് 10-നെ കുറിച്ചാണ്. അതിനു മുന്നേ നമുക്ക് നോക്കാം, ഇതാണ് വിൻഡോസ് 7-ന്റെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും സ്ക്രീനിന്റെ ഏറ്റവും താഴെയായിട്ട് സ്റ്റാർട്ട് ബട്ടൺ, ടാസ്ക് ബാർ ഐക്കൺസ്, വിൻഡോസ് 7 നോട്ടിഫിക്കേഷൻ ഏരിയ and time and date also. ഇതാണ് വിൻഡോസ് 8-ന്റെ സ്റ്റാർട്ട് സ്ക്രീൻ എന്ന് പറയുന്നത്. Then next, the features of Windows 10. The Windows 10 operating system is the latest operating system and it is compatible on tablets, laptops, mobiles and computer. The operating system is also app friendly and a user can now use mobile apps such as WhatsApp on the computer too, thanks to Windows 10 operating system. Microsoft released Windows 10 in July 2015 as a follow-up to Windows 8. It is built to support touch and keypad devices. Windows 10 OS has the same look and feel on a mobile device
as well as a laptop or desktop. Windows 10's integrated search features allows users to search all local locations as well as the web simultaneously. Microsoft Edge debuted with Windows 10 and replaced Internet Explorer as the default web browser. The minimum Windows 10 mobile hardware requirements for a smartphone are 1 GB RAM, 8 GB flash storage, 32 bits of color per pixel, and 720 per pixel screen resolution. The start menu that is common in Windows 7 and Windows 8 is present in Windows 10. Additionally, it has a bunch of tiles that show news from the internet, different apps, weather, etc. as tiles which can be touched to open. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിൻഡോസ് 10 കുറിച്ചാണ്. വിൻഡോസ് 10 ആണ് വിൻഡോസ് സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ. ഇത് ലാപ്ടോപ്പുകളിലും ടാബ്ലറ്റുകളിലും മൊബൈൽ ഫോണുകളിലും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിലും ഉപയോഗിക്കാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ ഫോൺസിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യും. മൈക്രോസോഫ്റ്റ് കമ്പനി 2015 ജൂലൈ 10-നാണ് വിൻഡോസ് 8 വേർഷൻ റിലീസ് ചെയ്തത്. വിൻഡോസ് 10-ന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് വിൻഡോസ് 8-ന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് വിൻഡോസ് 10 വേർഷൻ ഡെവലപ്പ് ചെയ്തത്. പ്രധാനമായും ടച്ച് ആൻഡ് കീപാഡ് ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിൻഡോസ് 10 വേർഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു മൊബൈൽ ഫോൺ സ്ക്രീനിന്റെ ലുക്കിൽ തന്നെ വിൻഡോസ് 10 ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിന്റെയും ഡെസ്ക്ടോപ്പിന്റെയും സ്ക്രീൻ നമുക്ക് കാണാൻ സാധിക്കും. വിൻഡോസ് 10-ന്റെ ഇന്റഗ്രേറ്റഡ് സെർച്ച് ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഫയലുകളുടെ ലൊക്കേഷനും അതേപോലെ തന്നെ വെബ് സെർച്ചിങ്ങും ഒരേ സമയം നമുക്ക് സാധ്യമാകും. വിൻഡോസ് 10-ന്റെ ഡീഫോൾട്ട് സെർച്ച് ബ്രൗസർ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണ്. വിൻഡോസ് 8 ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിന്റെ മിനിമം ഹാർഡ്വെയർ റിക്വയർമെന്റ് എന്ന് പറയുന്നത് 1 GB RAM, 8 GB ഫ്ലാഷ് സ്റ്റോറേജ്, 32 ബിറ്റ്സ് ഓഫ് കളർ പെർ പിക്സൽ, അതേപോലെ തന്നെ 720 പിക്സൽ സ്ക്രീൻ റെസൊല്യൂഷൻ ആണ്. വിൻഡോസ് 7 ആൻഡ് വിൻഡോസ് 8 ഇതിനെ പോലെ തന്നെ വിൻഡോസ് 10-ലും സ്റ്റാർട്ട് മെനു ഉണ്ട്. പക്ഷേ വിൻഡോസ് 8 സ്റ്റാർട്ട് മെനു വിൻഡോസ് 7-ലും വിൻഡോസ് 10-ലും കൊടുത്തിരിക്കുന്നത് പോലെ സ്ക്രീനിന് താഴെ കൊടുത്തിരിക്കണമെന്നില്ല. അതായത് സ്ക്രീനിന് താഴെ അത് കൊടുത്തിട്ടുണ്ടാവില്ല. വിൻഡോസ് 10-ൽ ഒരു കൂട്ടം ടൈൽസുകൾ കാണാൻ കഴിയും. അതിൽ ഇന്റർനെറ്റിൽ നിന്നുള്ള ന്യൂസ്, വെതർ, ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് എന്നിവയൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇതാണ് വിൻഡോസ് 10-ന്റെ ഹോം സ്ക്രീൻ. The last preference, basics of operating system, അതേപോലെ എക്സ്പ്ലോറിംഗ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നീ 2 ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിലെ ഫർദർ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തന്നിരിക്കുന്ന ഈ ലിങ്ക്സ് റെഫർ ചെയ്യുമ്പോൾ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.